എന്നാലും എന്റെ കുഞ്ഞെ ഇതെന്തൊരു ഇരിപ്പായി ഇരിക്കുന്നത്. എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കേ. എന്താ ദാമു? 2 കുപ്പി മുന്തിയ ചാരായം വേണം. പുതിയൊരു പാർട്ടിയെ കിട്ടി, വലിയ പണക്കാരാ. ഒറിജിനൊന്നും അടിക്കൂല, നാടൻ ചാരായം മതി. എങ്ങാണ്ട് എന്നെ പോലെ നടന്ന് വലിയ പണക്കാരായാലായിരിക്കും. രാജി, നീ എഴുന്നേൽക്ക്. എനിക്ക് പുതിയ പാർട്ടി നൈറ്റ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വരുന്നില്ല ദാമോട്ട. അയ്യോ എന്റെ പൊന്നെ, അങ്ങനെ പറയല്ലേ. ഇത് നെന്റെയും വയറ്റിപ്പഴുപ്പിന്റെ ഇടപാടല്ലേ. സുതാരം മരിച്ചിരുന്നതൊക്കെ 5-6 ദിവസമായില്ലേ. ഇനി അതിനെ പറ്റി ചിന്തിച്ചിട്ട് എന്താ കാര്യം? മരിച്ചവരോ മരിച്ച്, ജീവിച്ചിരിക്കുന്ന നമുക്ക് വായു മയറുന്നില്ലേ. ഇന്ന് ഞാൻ വരുന്നില്ല ദാമോട്ട. ദാമു കേട്ടോ ചേട്ടത്തി, അവക്കൊരു നൈറ്റ് കൂടി സംഘടിപ്പിച്ചിട്ട് അവള് വരുന്നില്ല. 2-3 ദിവസം കൂടെ പോട്ടെ. എന്നാ പോട്ടെ, ഞാൻ വേറെ ആരെങ്കിലും നോക്കാം. ഇതൊന്ന് ലെവൽ ചെയ്യട്ടെ. നല്ല ഒന്നാന്തരം സാധനമാ. അമ്മേ, ഹോട്ടലിൽ കഴിഞ്ഞു കൂടും. എന്നാ ഞാൻ പോട്ടെ. ആട്ടെ. മനസ്സില്ലെങ്കിലും അതെന്താടി അങ്ങനെ? ഇവിടെ വന്ന് സമ്മതിക്കല്ല. എന്റെ കയ്യിലാണെങ്കിൽ നിറയെ പണമുണ്ട്, നമുക്ക് വല്ല ഹോട്ടലിലും പോവാം. ഞാൻ വരുന്നില്ല സാർ, അങ്ങ് പോയാ മതി. അതെന്താടി എന്റെ കൂടെ വന്ന നിന്റെ പാലുവൃത്തി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. എഴുന്നേക്കടി, ഈ എഴുന്നേക്കടി, വിടലാൻ പോടാ. അയ്യോ ബാബുട്ട, ഡോക്ടറെ വിളിപ്പിക്കണോ? നീ പോടാ. ഇവളെയും കൊണ്ട് പോകാന്ന് കരുതി വന്നതാ. നീ ആ മൂടൊക്കെ നശിപ്പിച്ചു. എന്താണ് നോയിക്കൊണ്ടിരിക്കുന്നത്? വലിയ പ്രേമല്ലേ? ചെന്ന് കിഴി വെച്ചു കൊടുക്ക്. നിന്റെ കണ്ണീർന്ന് എനിക്ക് കണ്ട. ഇറങ്ങി പോകരുത്. ഞാൻ ചൂട് വെച്ച് തരട്ടെ. എല്ലാം കൊള്ളിച്ച് ചൂട് വയ്ക്കാമെന്ന് ഇറങ്ങി പോടി. രാജി, എന്ത് വേണം? എന്നോട് ക്ഷമിക്കൂ. ക്ഷമിക്കാനോ? നിങ്ങളാണ് എന്റെ അനിയനെ കൊന്നത്. സൗകര്യം കിട്ടിയാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഇതൊക്കെ ആരൊക്കെയോ നിന്നെപ്പറ്റി എനിക്കെഴുതിയ കത്തുകളാണ്. അവരുടെ ആത്മാർത്ഥതയെ ഞാൻ മാനിക്കുന്നില്ല. പക്ഷെ ഇതിൽ എന്തെങ്കിലും സത്യം ഇല്ലാതിരിക്കില്ല. ഒരു പെണ്ണ് ഞാൻ താമസിക്കുന്നിടത്ത് വരാറുണ്ട്. അത് സത്യമാണ്. മറ്റെല്ലാം കള്ളമാണ് സാർ. നീ ഈ കോളേജിലെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റാണ്. എന്തിനിങ്ങനെ ചീത്തപ്പേരുണ്ടാക്കുന്നു? നിനക്ക് അവളുമായി ബന്ധമൊന്നുമില്ലെങ്കിൽ അവളോട് അവിടെ വരരുതെന്ന് പറഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു സാർ, അവൾ അനുസരിക്കില്ല. എങ്കിൽ ഇനി അവളോട് വരുമ്പോ അടിച്ചിറക്കണം. ഇത് നിന്റെ വ്യക്തിപരമായ പ്രശ്നമാണെന്ന് നിനക്ക് പറയാൻ കഴിയും. പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്കല്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നത്. നിന്റെ അച്ഛന്റെ സ്നേഹിതനെന്ന നിലയ്ക്കാണ്. നിന്റെ കുടുംബത്തിനും ഈ കോളേജിനും നീ ചീത്തപ്പേരുണ്ടാക്കരുത്. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പ് കൊണ്ട് ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നിനക്ക് തോന്നും. പക്ഷേ ഇത് നിന്റെ ഭാവിയെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. സൂക്ഷിക്കുക. പൊയ്ക്കോ. നീ കുറച്ച് കുടിയടി. വേണ്ട,
അതെന്താ? ഞാൻ കുടിച്ച നീ കൂടി കുടിക്കണ വഴി കുടിക്കടി. എനിക്ക് വേണ്ട, നിങ്ങൾ കുടിച്ചോളൂ. നീ എന്താ കുടിക്കാത്തത്? എനിക്ക് വേണ്ടാഞ്ഞിട്ട്. എന്നാ നിനക്ക് കൂടി ഞാൻ കുടിക്കാൻ വഴി. നിങ്ങളിപ്പോ എന്നെ എത്ര പ്രാവശ്യം എടിയെന്ന് വിളിച്ചു? 1000 പ്രാവശ്യം. ഇനിയും വിളി. അതിനാണ് ഈ പണം തരുന്നത്. ഓടാ നിന്റെ പണം. പിണങ്ങാതെ. എടീന്ന് വിളിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ വിളിക്കില്ല. നിന്റെ പേര് വിളിക്കും. ഇതാണ് വ്യത്യാസം. നിങ്ങളുടെ ഭാര്യ അല്പമൊന്ന് മുഖം കറുപ്പിച്ചാൽ നിങ്ങളുടെ കൈ അപ്പ അവളുടെ പുറത്ത് വീഴില്ലേ? ഞങ്ങൾ എടാന്ന് വിളിച്ചാലും പോടാന്ന് പറഞ്ഞാലും നിങ്ങളെപ്പോലുള്ളവർക്ക് പരിഭവം പോലും ഇല്ല. ഓ, നീ എന്തൊക്കെയോ പറയുന്നു. അയ്യോ, പോലീസ്! എവിടാ നിന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ്? എവിടാ? നടക്കടാ. നീ എന്തിനോട് വന്നു? എല്ലായിടത്തും പോലീസ് റെയ്ഡ്. എന്നെ പോലെയുള്ളവർ പിടിച്ചുകൊണ്ട് പോകുന്നു. നീ ഇറങ്ങിപ്പോകൂ. എന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും ബാബോട്ട. നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഞാൻ പോകില്ല. നീ പോകുന്നതാണ് നല്ലത്. ഇന്ന് രാത്രി എന്നെ ഇവിടെ ഇറക്കി വിടരുത് ബാബോട്ട. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാൻ പോകില്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ. അതെ. സ്ഥലം മനസ്സിലായി. ഞങ്ങൾ ഉടനെ അവിടെ എത്താം. എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ മിസ്റ്റർ ബാബു? അതെ. നിങ്ങളല്ലേ ഫോൺ ചെയ്തത്? അതെ. എന്നിട്ടാ പെണ്ണെവിടെ? അകത്തുണ്ട്. ഇവിടെ വാടി. നിന്റെ കൂട്ടുകാരെ ഒക്കെ അകത്തായിട്ടുണ്ട്. ഈ മനുഷ്യൻ എന്തിനാ നീ ശല്യം ചെയ്യുന്നത്? നടക്കണേ. താങ്ക് യു. എന്നാലും എന്റെ ദാമു അവക്ക് പറ്റിയല്ലോ. അതൊക്കെ ഈ തൊഴിലുള്ളതാ ചേട്ടത്തി. അവളെ അവർ ഉപദ്രവിക്കുമോ? ഉപദ്രവിച്ചെന്നും വരും, ഇല്ലെന്നും വരും. ഇവിടെ രാജിയോടെ പോയി. അവളിവിടെ ഇല്ല. കള്ളം പറയരുത്. എനിക്ക് ഇപ്പൊ അവളെ വേണം. അവളെ വേണമെന്ന് പറഞ്ഞാൽ അവൾ ഇവിടെ വേണ്ടേ? എവിടെ പോയി? അവളെ പോലീസുകാർ പൊക്കി. എപ്പോ? ഇന്നലെ രാത്രി. എന്നിട്ട് അവളെ പിടിക്കാൻ താൻ ഒന്നും ചെയ്തില്ലേ? മുന്തിയ കോളായിപ്പോയി. ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവരെ എന്നെയും പിടിച്ചകത്താക്കും. തള്ളെ നിങ്ങൾക്ക് പോയി അന്വേഷിച്ചുകൂടായിരുന്നു. എന്റെ സാറേ, എന്റെ വ്യസനസ് മറ്റേതാ. സാറിനറിയാവല്ലോ, കള്ളവാറ്റി. എനിക്ക് അവളെ തിരക്ക് അങ്ങോട്ട് ചെല്ലാൻ ഒക്കൂ? യൂസ്ലെസ് ഫെലോസ്. എല്ലാവർക്കും അവളെ വേണം. അവൾക്കൊരാപത്ത് വന്നപ്പോ ആരുമില്ല. എടാ ദാമുവേ, എന്ത്? ഈ സാറിന് എന്താടാ, ഭ്രാന്താണോ? അയ്യോ, നല്ലവനാണ് ചേട്ടത്തി. ഇഷ്ടം പോലെ കുടിക്കും. ദിവസം ഒരു പെണ്ണും വേണം. കഷ്ടപ്പാട് കണ്ടാലീന്ന് മനസ്സാ. വ്യഭിചാര കുറ്റത്തിനാണ് അവൾ അറസ്റ്റ് ചെയ്തത്. വിട്ടയക്കാൻ സാധ്യമല്ല. ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയത് കൊണ്ട് ഈ ലോകത്ത് വ്യഭിചാരം ഇല്ലാതാകും. മറ്റുള്ളവർക്കൊരു ഭയമെങ്കിലും കാണുമല്ലോ. ഭയന്നുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഭയമില്ലാതെ ചെയ്യുന്നത്? വ്യഭിചരിക്കുന്നത് തെറ്റാണെങ്കിൽ അതിലിടപെടുന്ന പുരുഷനും സ്ത്രീയും തെറ്റുകാരാണ്. ഞാൻ അവളെ വ്യഭിചരിച്ചിട്ടുണ്ട്. അവളെന്നെ തിരക്കുമെന്നല്ല, ഞാൻ അവളെ തെരഞ്ഞു പിടിച്ച് പണം കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയതാണ്. അതിന് നിങ്ങൾ എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? തെളിവുണ്ടെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഇന്ന് കോടതി അവധിയാണ്. നാളെ ഞങ്ങൾ അവളെ കോടതിയിൽ ഹാജരാക്കും. അവളെ ശിക്ഷിക്കണമോ വിട്ടയക്കണമെന്ന് കോടതി തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് പോവാം. ഞാൻ അവൾ വിടുകയില്ല. ഞാൻ നിയമം പഠിച്ചിട്ടില്ലെങ്കിലും അതെന്താണെന്ന് എനിക്കറിയാം. അവളെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ. കുട്ടമ്പിള്ളേ, രാജമ്മ എന്ന് പറയുന്ന ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. രാജമ്മേ, നിന്നെ ഏമാൻ വിളിക്കുന്നു. വാ.
നിന്നോട് സ്നേഹമുള്ള ആളുകൾ ഉണ്ടോടി? ഇതിൽ ഒപ്പിട്ടിട്ട് നിനക്ക് പോവാം. സമൻസ് വരുമ്പോ കോടതിയിൽ ഹാജരായാൽ മതി. താങ്ക് യു. ശരി, ഞാൻ വരാം. വാ. പിന്നെ എന്താണ്? ശരി. സാർ, വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്തത്. പോടി, ആർക്ക് വേണം നിന്റെ നന്ദി? എനിക്ക് സുഖമില്ല, എന്നാലും ഞാൻ കൂടെ വരാം. ഓഹോ, അതിനാണ് നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയെന്നാണ് വിചാരം. നീ പോയി ഒരു ഡോക്ടറെ കാണും. പണം വല്ലതും വേണം? വേണ്ട. നീ പോകുന്ന പോക്കില് നിന്റെ കാമുകനല്ലേ നിന്നെ പോലീസിൽ പിടിച്ച് ഏൽപ്പിച്ചവൻ, അവനെ ചെന്ന് കണ്ട് നിന്റെ കാലിക്കട. ഓ, ചെരുപ്പില്ല അല്ലേ? ഇതാ വാങ്ങിച്ചിട്ട് അത് ഊരി അവന്റെ കരണക്കുറ്റിക്ക് രണ്ടു കൂടി. പോടി, പോ.